ശരിക്കും പറഞ്ഞാൽ മനുഷ്യന് സംസ്കാരം എന്ന് പറയുന്ന ഒരു വലിയ വിശാല ലോകം മറ്റ് ജീവികളിൽ നിന്ന് ഭിന്നമായിട്ടുണ്ട്. നമ്മൾ സംസ്കാരം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ഒരു 10,000 വർഷം മുമ്പ് നമുക്ക് കൃഷി ആരംഭിച്ചപ്പോൾ തുടങ്ങിയ ഒരു സാധനമാണ് ഇന്ന് നമ്മൾ ഒരു സംസ്കാര സമ്പന്നമായ ലോകമെന്നോ അല്ലെങ്കിൽ സംസ്കാരത്തിൻ്റെ ഉറവിടം എന്നൊക്കെ ഇപ്പോൾ കാണുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ നിന്ന് ആരംഭിച്ചാൽ പോരാ. മനുഷ്യനൊരു ആന്തരിക ലോകം മറ്റ് ജീവികളിൽ നിന്ന് ഭിന്നമായി ആരംഭിച്ചത് കൃത്യമായി എന്നാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ആർക്കിയോളജിയിലോ ആന്ത്രപ്പോളജിയിലോ ഒക്കെ പരിശോധിച്ച് നോക്കി, അല്ലെങ്കിൽ ബയോളജിയിൽ പരിശോധിച്ചിട്ട് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരു പ്രത്യേക സമയത്ത് ആരംഭിച്ചു എന്ന് ഉള്ളതിന് തെളിവുകളായിട്ട് നമുക്ക് ലോകത്ത് കണ്ടെത്താനായിട്ട് ഫോസിലിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കണ്ടെത്താനായിട്ട് നമുക്ക് കഴിയില്ല. പക്ഷേ സ്പെഷ്യലായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യം, മരിച്ച വ്യക്തിയെ, ആ ശരീരത്തെ നമ്മൾ ഉപേക്ഷിക്കുന്നതിന് പകരം കുഴിച്ചിടാൻ തുടങ്ങുന്ന ഒരു ആരംഭമായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഗുഹാഭിത്തികളിലെ ചിത്രങ്ങൾ വരയ്ക്കുന്ന ഒരു കാലം ആരംഭിക്കുന്നുണ്ട്. നമുക്ക് ലഭ്യമായിട്ടുള്ള തെളിവുകൾ വെച്ചിട്ട് എനിക്കൊരു 30,000 വർഷം മുമ്പ് തൊട്ട് ലോകത്ത് പല സ്ഥലങ്ങളിൽ മനുഷ്യവാസം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലെല്ലാം ഗുഹകളിൽ ചിത്രങ്ങൾ വരയ്ക്കുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ആ ചിത്രങ്ങൾ വരയ്ക്കുക എന്ന് പറയുന്ന സാധനമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരു ആന്തരിക ലോകം രൂപപ്പെടാതെ അത് സംഭവിക്കത്തില്ല. അതുപോലെ മരണത്തിനെപ്പറ്റി ആലോചിക്കുന്ന ഒരാൾക്കാർക്ക് മാത്രമേ ഈ ഡെഡ് ബോഡി കളഞ്ഞേച്ച് പോകാൻ പറ്റില്ല. അപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തിന് കവിഞ്ഞ് എന്തോ ഒന്ന് മരണത്തിന് ശേഷം എന്ന് പറയുന്ന ഒന്നും ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ആലോചിക്കാൻ തുടങ്ങിയ ഒരു മനുഷ്യ, അത് നമുക്ക് ഒരു ജനറൽ നോളജ് എന്നുള്ള നിലവാരത്തിലെടുക്കുമ്പോൾ ആളുകൾ അസ്യൂം ചെയ്യുന്ന ആന്ത്രോപോളജിയോ അല്ലെങ്കിൽ ആർക്കിയോളജിയോ ഒക്കെയുള്ള എവിഡൻസസ് ഒക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു 50,000 വർഷം മുമ്പ് ആരംഭിച്ച് കാണും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അത് ആ സമയത്ത് ആരംഭിച്ചു എന്ന് പറയുന്നത് അതിന് മുമ്പുണ്ടായിരുന്ന മനുഷ്യർക്ക് അവരിങ്ങനെ ഈ ശരീരം അടക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു സ്ഥലം വെച്ചിട്ടാണ് നമ്മളത് കാണുന്നത്. അപ്പോൾ ശരീരം സംസ്കരിക്കുക എന്ന് പറയുന്ന, നമ്മളിന്നും സംസ്കാരത്തിന് പറയുന്ന ഒരു മരണത്തിന് ശരീരത്തിനെ അടക്കുന്നതിനെയാണ് സംസ്കാരം എന്ന് പറയുന്ന വാക്ക് തന്നെ പോലും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് ഒരു ആഫ്റ്റർ ലൈഫ്, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് ചിന്തിച്ച മനുഷ്യൻ കണ്ടെത്തിയ ഒരു ലോകമുണ്ട്. അന്ന് തൊട്ട് അത്തരത്തിലുള്ള, അപ്പോൾ നമുക്ക് ഒരു 50,000 വർഷം തൊട്ട് മനുഷ്യരുടെ ഒരു എക്സർസൈസ് ഉണ്ട്. ഈ മരണാനന്തരമായ ലോകങ്ങളുണ്ടെന്നും ആ മരണാനന്തരമായ ലോകത്തിലേക്ക് പോകാനായിട്ടുള്ള ഒരു സ്പേസാണ് നമ്മുടെ ജീവിതമെന്നും ഒക്കെ ആളുകൾ ആലോചിച്ച് ഉത്തരങ്ങൾ കണ്ടെത്തുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ സംസ്കാരം അവിടെ നിന്ന് ആരംഭിച്ചു എന്ന് നമുക്ക് കാണേണ്ടതുണ്ട്. അപ്പോൾ അന്ന് തൊട്ടുണ്ടാക്കിയ ആശയത്തിൻ്റെ ലോകം നമ്മുടെ ആന്തരിക ലോക വികാസത്തിന് സഹായകരമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഭാഷ രൂപപ്പെടുന്ന വശം, ഈ തരത്തിലുള്ള മരണാനന്തര ജീവിതത്തിനെ പറ്റിയുള്ള ലോകം, ഈ ലോകം എങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് ഈ ഉണ്ടായത് അല്ല ഉണ്ടാക്കിയതാണെന്നുള്ള ചിന്ത മനുഷ്യർക്ക് ആരംഭിക്കുന്നത്. മറ്റുള്ള ജീവികൾ ഇപ്പോൾ ഒന്നും അങ്ങനെ ഉണ്ടാക്കുന്നില്ല. അവർ കൂടൊക്കെ ഉണ്ടാക്കുന്നെങ്കിലും ആ കൂട് അവരുണ്ടാക്കുന്നതായിട്ടുള്ള അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ അതിനെപ്പറ്റിയുള്ളൊരു ചിന്ത അവർക്കില്ല. പക്ഷെ മനുഷ്യരങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ ഉണ്ടാക്കിയ ആളുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഈ ഉണ്ടാക്കിയ ആളിൽ നിന്നാണ്, ഉണ്ടാക്കിയതിൽ നിന്നാണ് ഉണ്ടാക്കിയ ആളുണ്ടെന്നും അങ്ങനെയാണെങ്കിൽ ലോകം അങ്ങനെയല്ലേ എന്നുള്ള യുക്തിക്കകത്തേക്ക് മനുഷ്യരെത്തുന്നു. അപ്പോൾ ഈ ലോകം ആരെങ്കിലും ഉണ്ടാക്കിയതായിരിക്കണം. അങ്ങനെയാണ് വലിയ ഉണ്ടാക്കലുകാരനായ ദൈവത്തിനെ മനുഷ്യർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ കണ്ടെത്തിയ ദൈവം എന്ന് പറയുന്നത് ലോകത്തിന് നമുക്കുള്ളത് എന്താണ് തെളിവ്? ലോകമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ലോകമുണ്ട് എന്നുള്ള തെളിവിന് അത് ഉണ്ടാക്കിയതാണെന്ന് അസ്യൂം ചെയ്യുന്ന ആളുകൾക്കാണ് ഈ അതുണ്ടാക്കിയവനെ കണ്ടെത്തേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടായതിൽ നിന്ന് മാറി ഉള്ളതിൽ നിന്ന് മാറി
ഉണ്ടാക്കിയതാണെന്ന് വിചാരിക്കുക. ഉണ്ടാക്കിയതാണെങ്കിൽ ഉണ്ടാക്കിയവനുണ്ടെന്നുള്ള അത് സംശയരഹിതമായി നമുക്ക് തീരുമാനിക്കാൻ കഴിയുന്നതും അങ്ങനെ ഉണ്ടാക്കിയവനെ കണ്ടെത്താനായിട്ടുണ്ട്. അപ്പോൾ ഈ ലോകത്തിനകത്തുണ്ടാകുന്ന ഏത് കാര്യത്തിനും ഈ ഉണ്ടാക്കിയവനെ അറിയാമല്ലോ. അതാണ് ഇപ്പോൾ നമ്മൾ മേശ ഉണ്ടാക്കിയ രാമനെ വിളിച്ചിട്ട് മേശയുടെ കാലൊടിഞ്ഞാൽ നന്നാക്കിക്കാൻ പറ്റും. അതുപോലെ നമ്മളെ പോലുള്ള ജീവികളെ എല്ലാം ഉണ്ടാക്കിയ ആളിന് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് ശരിയാക്കി തരാൻ പറ്റും. അപ്പോൾ രാമനെ വിളിച്ച് മേശയുടെ കാല് നന്നാക്കുന്നത് പോലെ അമ്പലത്തിൽ പോയി ദൈവത്തിനോട് കാര്യങ്ങൾ പറഞ്ഞ് കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റും എന്ന് പറയുന്നത് കൂലി കൊടുക്കുന്നതിന് പകരം കൈക്കൂലി കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് നമ്മൾ രൂപപ്പെടുത്തിയിട്ടൊക്കെ ഉള്ളത്. അതൊക്കെ വേറെ സ്ഥലങ്ങളാണ്. അങ്ങനെയാണ് കാണിക്ക കൊടുക്കുക. അപ്പോൾ ഈ രാജാവിനെ മുഖം കാണിച്ച് കാര്യം സാധിക്കാൻ പറ്റും എന്ന് കണ്ടെത്തിയതിൻ്റെ എക്സ്റ്റൻഷനായിട്ടാണ് ഈ ദൈവവിശ്വാസങ്ങളിലെ ലോകങ്ങളെല്ലാം രൂപപ്പെട്ടു തന്നെ നിൽക്കുന്നത്. പക്ഷേ അതിന് മുമ്പ് തന്നെ മനുഷ്യന് ഇത്തരത്തിലുള്ള ആശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഏതെങ്കിലും ഒരു രാജാവ് വരുന്നതിന് മുമ്പ് പോലും ഗോത്രങ്ങൾക്ക് ഒരു വിശ്വാസ പ്രമാണമുണ്ട്. അതൊരു ഓർഗനൈസ്ഡ് റിലീജിയനൊന്നുമല്ല, വിശ്വാസങ്ങളുടെ ലോകങ്ങളാണ്. അതല്ല ഈ പറയുന്ന ഓരോന്നിനും ഒരു പുറകിലൊരു കാരണമുണ്ട്. ഒരു കാര്യം സംഭവിക്കണമെങ്കിൽ കാര്യകാരണ സംഭവം എന്ന് പറയുന്ന നിലവാരത്തിൽ പ്രപഞ്ചത്തിനെ നമ്മൾ കാണാൻ തുടങ്ങുന്നുണ്ട്. അത് നമ്മളെ വളരെ സഹായിച്ചിട്ടുണ്ട്. ഒരു മഴ പെയ്യുമ്പോഴാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതെന്ന് കണ്ടെത്തുന്നുണ്ട് നമ്മൾ. പക്ഷേ മഴ പെയ്യുന്നിടത്ത് എല്ലാം വെള്ളപ്പൊക്കം ഉണ്ടാകത്തില്ല. താഴ്ന്ന പ്രദേശത്ത് മാത്രമേ വെള്ളപ്പൊക്കം ഉണ്ടാകത്തുള്ളൂ നമ്മൾ അറിയുന്നത്. അപ്പോൾ നമുക്ക് പക്ഷേ മഴ വെള്ളപ്പൊക്കത്തിന് കാരണമാണെന്ന് നമ്മൾ കണ്ടെത്തുന്നതിന് നമുക്ക് വലിയ മടിയൊന്നുമില്ല. എന്നുണ്ട് അതാണ് പ്രധാന കാരണം. മഴ പെയ്യാതെ ഒരിക്കലും വെള്ളപ്പൊക്കം ഉണ്ടാകുന്നില്ല എന്ന് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ എല്ലാ സ്ഥലത്തും ഉള്ള വെള്ളം മലകളിലോ പാറകളിലും ഒക്കെ തങ്ങി നിൽക്കാതെ ഒരിടത്തേക്ക് ഒന്നിച്ചെത്തുന്നതുകൊണ്ടാണ് അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. അപ്പോൾ പല കാരണങ്ങളുണ്ടെന്നുള്ള കാര്യം സത്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മഴ മരുഭൂമിയിൽ പരന്ന് കിടക്കുന്ന സ്ഥലത്ത് പെയ്താൽ അങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നില്ല എന്നൊക്കെ നമ്മൾ പിന്നെ കാണുന്നുണ്ടെങ്കിലും പക്ഷെ മഴയും വെള്ളപ്പൊക്കവും തമ്മിലുള്ള കാര്യകാരണ ബന്ധത്തോടെ നമ്മൾ കാണുന്നത്. അതിനകത്തൊരു ശരിയുണ്ട്, അത് തെറ്റ്, പക്ഷെ മുഴുവൻ ശരിയല്ല. പല കാരണങ്ങളുണ്ട്. ലോകത്തെ ഏത് സംഭവത്തിനും പല കാരണങ്ങളുണ്ടെങ്കിലും ഒരു പ്രധാന കാരണത്തിനകത്തേക്ക് നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ടാണ് ലോകത്തിനെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തു വരുന്ന ഒരു പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ലോകം നേരത്തെ പറഞ്ഞാൽ ഉണ്ടാക്കിയതാണെന്ന് കണ്ടെത്തിയാൽ ഉണ്ടാക്കിയവനെ കണ്ടെത്തുന്നു. അതുപോലെ ജീവൻ എന്ന് പറയുന്നത് ശരീരത്തിനകത്ത് വസിക്കുന്നതാണെന്നാണ് നമ്മളുടെ അനുഭവം, അല്ലെങ്കിൽ ആളുകൾ ആലോചിച്ചെത്തിച്ചേർന്നതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ എത്തിച്ചേരുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ജീവിതത്തിനെപ്പറ്റി വലിയ വിശ്വാസ രൂപീകരണങ്ങൾ ഓരോ സമൂഹവും രൂപപ്പെടുത്തുന്നുണ്ട്. എത്ര സമൂഹം ലോകത്തുണ്ടോ, എത്ര വ്യത്യസ്തമായ ഗോത്രങ്ങൾ ലോകത്തുണ്ടോ അത്രത്തോളം ദൈവങ്ങളെ ഉണ്ടാക്കിയെന്ന് നമുക്ക് കാണണം. ഇത്രയധികം ദൈവങ്ങൾ ഭൂമി മുഴുവൻ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. അവരവരുടെ രീതിയിൽ. അപ്പം ഒരു ദൈവത്തിനെ നമുക്ക് ഇങ്ങോട്ട് എടുത്താൽ ആ ദൈവസങ്കല്പം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഏത് മനുഷ്യരാണ് ഇതുണ്ടാക്കിയത് നമുക്ക് കാണാൻ പറ്റും. കൃഷിക്കാരാണോ ഉണ്ടാക്കിയത്, അതോ ഒരു ഗോത്രമാണോ, അയലത്തുകാരനെ വെട്ടുന്നവനാണോ ഉണ്ടാക്കിയത്, മറ്റുള്ളവരെ വെടിവെക്കണമെന്ന് ആഗ്രഹിക്കുന്നവനാണോ ദൈവത്തിനെ ഉണ്ടാക്കിയത്, അങ്ങനെയല്ല അയലത്തുകാരനെ സ്നേഹിക്കുന്നവനാണോ ദൈവത്തിനെ ഉണ്ടാക്കിയത്, ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ആ ദൈവവിശദീകരണം തന്നെ എടുത്താൽ മതി. ഓരോ സംസ്കാരത്തിൻ്റെ കാലഘട്ടം ഏത് കാലഘട്ടത്തിലാണ്, ഏത് തരത്തിലുള്ള വികാസ രൂപീകരണത്തിലാണ് ആ ഗോത്രം നിൽക്കുന്നതെന്ന് കണ്ടെത്താൻ ഒരുപാടുമില്ല. ദൈവത്തിനെ എടുത്താൽ മതി. അങ്ങനെ നിലനിൽക്കുന്ന ദൈവത്തിനകത്ത് വികാസം സംഭവിക്കാതെ ഫ്രീസ് ചെയ്യപ്പെട്ടു പോയ ചില ദൈവങ്ങളുണ്ട്. അത് ആ ഗോത്രം നഷ്ടപ്പെട്ടു പോവുക, അല്ലെങ്കിൽ ഗോത്രത്തിന് ബലമില്ലാതായി പോയ ദൈവത്തിന് വലിയ മാറ്റമൊന്നും വരാതെ അവിടെ അങ്ങനെ തന്നെ നിന്നു പോകും. എവല്യൂഷണറി ആയിട്ടുള്ള സ്റ്റാഗ്നേഷൻ ഉണ്ടാകുന്ന പോലെയാണ്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ലാത്തൊരു കുളത്തിനകത്തെ മീനിനൊന്നും വലിയ എവല്യൂഷണറി ചേഞ്ചസ് നീഡ്ഫുൾ അല്ല. കാരണം അതിനകത്ത് ജീവിക്കാൻ അത്രയും മതി എന്നുള്ളതുപോലെ. അതുപോലെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ പല ലെവലിൽ വളരെ ഫാസ്റ്റായ വളരെ വ്യത്യസ്തമായിട്ടുള്ള ചടുലമായിട്ടുള്ള ഒരു ഭൂവിഭാഗത്തിനകത്ത് എവല്യൂഷണറി പ്രോസസ്സ് വളരെ ഫാസ്റ്റാവും. അപ്പോൾ അവിടുത്തെ ജീവികൾക്കൊക്കെ മാറ്റം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ഭയങ്കര ശക്തം എന്ന് പറഞ്ഞാൽ മറ്റ് താരതമ്യേന മറ്റ് സ്റ്റാഗ്നൻ്റായിട്ട് നിൽക്കുന്ന റീജിയണിനേക്കാളും ഫാസ്റ്റായിട്ട് ഒരു സ്ഥലത്ത് മാറ്റങ്ങളുണ്ടാകും. മറ്റൊരിടത്ത് വളരെ സ്ലോ ആയിരിക്കും. എവല്യൂഷണറി പ്രോസസ്സ് നടക്കാത്ത ഒരു സമയമല്ല, അല്ലെങ്കിൽ നിന്ന് പോകുന്നൊരു സ്ഥലവുമില്ല, എപ്പോഴും നടക്കും. നമ്മളെല്ലാം എന്നും മനുഷ്യരെ എന്ന് പറഞ്ഞാൽ മനുഷ്യർ തന്നെ ഇപ്പോൾ നമുക്ക് നോക്കിയാൽ എത്ര ഇനം മനുഷ്യരുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും, വ്യത്യസ്തതകളോടെ നിൽക്കുന്നത്. അപ്പോൾ എവല്യൂഷൻ പണ്ടം കണ്ട് സംഭവിച്ച് മനുഷ്യനായതിനു ശേഷം പിന്നെ എവല്യൂഷൻ നിന്ന് പോയി എന്നൊക്കെ ഉള്ള തിരിധാരണയിലൊക്കെ ആൾക്കാർ സംസാരിക്കാറൊക്കെയുണ്ട്. അങ്ങനൊന്നുമല്ല. എപ്പോഴും നമ്മളൊക്കെ തന്നെ ഓരോ തരത്തിലും മാറിക്കൊണ്ടിരിക്കുന്നതും വ്യത്യസ്തരായിക്കൊണ്ടിരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള മനുഷ്യരാണ്.
അപ്പോൾ ആ നിലവാരത്തിൽ മാറുന്ന പോലുള്ള ഈ ലോകങ്ങളെ പറ്റിയുള്ള മനസ്സിലാക്കലുകളുടെ വിശ്വാസങ്ങളുടേതായ വലിയ ഒരു സംസ്കാരം നമ്മൾ കഴിഞ്ഞ ഒരു 50,000 വർഷമായിട്ട് മനുഷ്യൻ്റെ പലതരത്തിലുള്ള ജീവിതങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂമധ്യരേഖയിൽ ജനിച്ച് ജീവിച്ച മനുഷ്യർ ധ്രുവങ്ങളിൽ വരെ യാത്ര ചെയ്ത് വ്യത്യസ്തമായ സമൂഹങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള ഐലൻഡുകളിൽ, ഭൂവിഭാഗങ്ങളിൽ, ഡെസർട്ടുകളിൽ, മഞ്ഞുമലകളിൽ, മലയിടുക്കുകളിൽ, പാറക്കൂട്ടങ്ങളകത്ത്, വലിയ നദീതടങ്ങളിൽ ഒക്കെ ജീവിച്ച് ഓരോ സമൂഹത്തിൻ്റെ അനുസരിച്ചിട്ടുള്ള തരത്തിലുള്ള സംസ്കാരപരമായിട്ടുള്ള രൂപീകരണവും അതിൻ്റേതായിട്ടുള്ള വിശദീകരണങ്ങളും വിശകലനങ്ങളും ഇഷ്ടംപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഉണ്ടാക്കിയത് തന്നെ വ്യത്യസ്തമായിട്ട് പല സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പോയ സമൂഹങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത് വീണ്ടും വീണ്ടും തമ്മിൽ കൂട്ടിച്ചേരുകയും പരസ്പരം യുദ്ധം ചെയ്യുകയും അതിനുശേഷം രാജ്യങ്ങൾ രൂപപ്പെട്ട് സാമ്രാജ്യങ്ങൾ രൂപപ്പെടുകയും അതിനുശേഷം വീണ്ടും പിരിഞ്ഞു പോയിട്ട് അത് ആ രാജ്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി, യാതൊന്നുമല്ലാതായി നഷ്ടപ്പെട്ടു പോയി നശിച്ചു പോയ സമൂഹങ്ങൾ വരെ ഉണ്ടാകുകയും വീണ്ടും പല സ്ഥലങ്ങളിലും പുതിയ സ്ഥലങ്ങളിൽ വികാസമുണ്ടായി അവിടെല്ലാം രാജ്യങ്ങളുണ്ടാകുകയും അവർ മറ്റ് സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്ത് വരികയും അപ്പോൾ ടെമ്പറേറ്റ് ക്ലൈമറ്റിൽ പോയവർ അവരുടെ ശരീരത്തിൻ്റെ തൊലിയിലെ മെലാനിനെല്ലാം പോയി വെളുത്തവരായി പോവുകയും ഭൂമിത്തിരയെ കഴിഞ്ഞവരെല്ലാം കറുത്തവരായിട്ടിരിക്കുകയും ചെയ്യുന്നതാണ്. വെളുത്ത ആളുകൾ കറുത്തവരായിട്ട് തുടങ്ങിയവരാണെന്ന് അറിഞ്ഞുകൂടാതായി പോയിട്ട് അവർ വേറെ റേസാണെന്ന് വിചാരിക്കുക എന്ന് പറയുന്ന സാധനങ്ങളുണ്ടായി പോവുകയും അങ്ങനെ റേഷ്യലായി എത്രയോ വ്യത്യസ്തപ്പെട്ട റേസസ് ഉണ്ടെന്നൊക്കെ ആളുകൾ ഒരു കാലത്ത് എത്തിച്ചേരും. ഇങ്ങനത്തെ ധാരാളം ആശയങ്ങളും അതിനോട് ബന്ധപ്പെട്ട സമൂഹങ്ങളും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളും എന്താ പറയുന്നത് ആശയ സംഹിതയുടേതായിട്ടുള്ള എഴുതപ്പെടാത്ത കഥകൾ ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും ഉണ്ടായിരുന്നു. ഇതെല്ലാം ഒരു 10,000 വർഷം മുമ്പ് മനുഷ്യർ കൃഷി കണ്ടുപിടിച്ച് സെറ്റിൽ ചെയ്യുന്നത്. അതുവരെ തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഈ സീസണിൻ്റെ ഇതനുസരിച്ചിട്ട് നീങ്ങുകയും എടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നവർ. ആ ഇരുന്ന സമയത്തുണ്ടാക്കിയ ആശയങ്ങളാണ് ഇന്ന് നമ്മൾ ആത്മീയത എന്ന് പറയുന്നത്, ഈ മിത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ ലോകത്തുണ്ട്. അപ്പോൾ ഇന്നൊരു വ്യക്തി ജനിച്ച് ജീവിക്കുമ്പോൾ ഈ കാണുന്ന ലോകത്ത് ചെടികളുടെയും മൃഗങ്ങളുടെയും കൊച്ചുജീവികളുടെയും അമീബയുടെയും ബാക്ടീരിയയുടെയും ഒക്കെ ജീവിക്കുന്നതിനോടൊപ്പം തന്നെ മനുഷ്യ സംസ്കാരത്തിൻ്റേതായിട്ട് അമീബയും ബാക്ടീരിയയൊക്കെ ഉണ്ട്. വളരെ ഇഷ്ടംപോലെ കടുവായും പൂച്ചയൊക്കെ ഉള്ള ഒരു സംസ്കാരപരമായിട്ടുള്ള വലിയ ഒരു സംഘാതത്തിൻ്റെ നടുവിലാണ് ഇന്നൊരു കുഞ്ഞ് ജനിച്ച് ജീവിക്കുന്നത്. അപ്പോൾ ഇഷ്ടം പോലെ ഇൻപുട്ടുകളാണ്. ജനിക്കുമ്പോഴേ തന്നെ ചത്തുപോയാൽ പ്രേതമാകും, അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോവും, ഇവിടെ കൂടെ യക്ഷി പോകും, അല്ലെന്നുണ്ടെങ്കിൽ വരത്തുപോക്കുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ യക്ഷനുണ്ട്, പ്രേതമുണ്ട്, പിശാചുണ്ട്, ജിന്നുണ്ട്, എന്തെല്ലാം തരത്തിൽ. എന്നിട്ട് ഈ ലോകങ്ങൾ ഈ കാണുന്ന ലോകം മാത്രമൊന്നുമല്ല, എത്രയോ ലോകങ്ങളുണ്ട് നമുക്ക് അറിഞ്ഞുകൂടാത്തതാണ്. ഇന്ന് സ്ട്രിങ് തിയറിയുടെ പലതരത്തിലുള്ള ഡയമെൻഷനും മൾട്ടിവേഴ്സ് ഉണ്ടെന്ന് പറയുമ്പോൾ ഇതൊക്കെ ഞങ്ങൾ പണ്ട് പറഞ്ഞ ഈ ലോകങ്ങളാണെന്നും കൂടെ വരെ പറഞ്ഞ് ഉണ്ടാക്കിയ വലിയ ഒരു സംസ്കാരത്തിൻ്റെ എന്താ പറയണ്ടേ മെംസ് എന്ന് പറയുന്ന ഒരു മീം എന്ന് പറയും ഒരു അറിവിൻ്റെ ജീൻ പോലാണ്. അറിവിൻ്റെ ജീനെയാണ് മീമെന്ന് വിളിക്കുന്നത്. ആ വിളിക്കുന്നതിൻ്റെ വികാസം തന്നെ ലോകത്തുണ്ട്. അപ്പം നമ്മളെല്ലാവരും ജനിച്ച് ജീവിക്കാനായിട്ട് ഇന്ന് എടുക്കുമ്പോൾ എവിടെ ജീവിച്ചാലും അവിടുത്തെ നിന്ന് ഈ സംസ്കാരത്തിനകത്തൂടെ ഈ പറയുന്ന ജീനെല്ലാം നമ്മുടെ ശരീരത്തിൽ കടന്നുകൂടും. അങ്ങനെ നമുക്ക് ആന്തരികമായ ഒരു വലിയ ലോകം രൂപപ്പെട്ട് ആ നിലവാരത്തിലേ അനുഭവിക്കത്തുള്ളൂ. അപ്പം നിങ്ങൾ സ്വപ്നം കാണുന്നത് ഈ ആളുകൾ സംഭരിച്ച് ഇത്രയും നാളുകൾ മനുഷ്യർ തന്നിട്ടുള്ള പല ആശയങ്ങളിലൂടെ മാത്രമേ നമ്മൾ സ്വപ്നങ്ങൾ പോലും കാണുള്ളൂ. നമുക്ക് പ്രേതബാധ ഉണ്ടാകുന്നു എന്ന് പറയുമ്പം ആ നാട്ടിലോ അല്ലെങ്കിൽ പറഞ്ഞു കേട്ടിട്ടുള്ള തരത്തിലുള്ള ഒരു പ്രേതബാധയെ ഉണ്ടാവുള്ളൂ. നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാത്തൊരു ഭാഷ ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ ആ ഭാഷ അയാൾക്ക് മാത്രമേ അറിയത്തുള്ളൂ, വേറെ ആർക്കും ഒരു ലോകത്ത് അറിയത്തില്ല. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന മറ്റൊരു ഭാഷയാണ് പറയുന്നതെന്ന്. മറുഭാഷ ചൊല്ലുന്നത് കേട്ടാൽ ആ ഭാഷ നമുക്കറിഞ്ഞുകൂടാന്നുള്ളതല്ലാതെ അതൊരു ഭാഷ പോലും ആയിരിക്കണമെന്നില്ല. ഇപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ പറ്റും, എന്ന് പറഞ്ഞാൽ ഇയാൾക്കൊന്നും മനസ്സിലായില്ല, എനിക്കും അറിഞ്ഞൂടാ. പക്ഷേ ഇത് കേട്ടാൽ ഞാൻ കുറേ നേരം ഇരുന്ന് മിണ്ടുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് തോന്നും ഞാൻ പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് കേൾക്കേണ്ടി വരുമെന്ന് തോന്നും. അത് ഭാഷയാണെന്ന് തന്നെ തോന്നും. അത് ഞാനതിനോടുള്ള അംഗവീക്ഷണങ്ങളും ചലനങ്ങളും അതിനനുസരിച്ചുള്ള കാര്യങ്ങളും ഒക്കെ പറയുവാണെങ്കിൽ ഭാഷയാണെന്ന് തന്നെ വിചാരിക്കും. അപ്പോൾ ഇതുപോലുള്ള
ധാരാളം ഇൻപുട്ടുകൾ വന്നിട്ടുള്ള ഒരു മനുഷ്യജീവിയാണ് ഇന്ന് ജീവിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം സ്വപ്നം കാണുന്ന സമയത്ത് അവർ യാത്ര പോകുന്നതായിട്ടും ശരീരം വിട്ടു പോകുന്നതായിട്ടും സ്വർഗം കാണുന്നതായിട്ടും ദൈവത്തിനെ കണ്ടുപിടിക്കുന്നതായിട്ടും ഈ പറഞ്ഞ നിയർ ഡെത്ത് എക്സ്പീരിയൻസസ് വരുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ ഇൻപുട്ട് അനുസരിച്ചിട്ടുള്ള വെളിച്ചത്തിലേക്ക് യാത്ര ചെയ്യുന്നതായിട്ടും അതൊക്കെ നമുക്ക് ഗർഭപാത്രത്തിനകത്തുനിന്ന് വെളിച്ചത്തിലേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്ന അനുഭവമാണോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇങ്ങനെയുള്ള മനുഷ്യകൃതമായിട്ടുള്ള ആശയങ്ങൾക്ക് സമാനമായിട്ടുള്ളത് തന്നെ ആളുകൾ പറയുന്നത്. അല്ലാതെ എന്താണ് ഈ അന്യഗ്രഹ ജീവികളെ പറ്റി റീസെൻ്റായിട്ട് മനുഷ്യർ ഉൽപ്പാദിപ്പിച്ചിട്ട് മാത്രമാണ് ഇപ്പം അന്യഗ്രഹ ജീവികൾ പിടിച്ചുകൊണ്ട് പോകുന്നത്. പണ്ടായിരുന്നുണ്ടെങ്കിൽ ദേവന്മാർ വന്നായിരുന്നു പിടിച്ചുകൊണ്ട് പോയിട്ട്, അല്ലെങ്കിൽ എന്താണ് ഗർഭം ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോൾ അമേരിക്കയിലൊക്കെ അന്യഗ്രഹ ജീവികളാണ് ഇപ്പോൾ ഈയിടയ്ക്ക് ഗർഭം ഉണ്ടാക്കുന്നത്. മറ്റേ ആണെങ്കിൽ ഗന്ധർവനായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ യക്ഷനായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒക്കെ ഈ അന്യഗ്രഹ ജീവികൾ. അപ്പം ഈ എന്ത് ആശയങ്ങളാണ് നാട്ടിൽ കിടന്ന് കളിക്കുന്നത്, ആ കളിക്കുന്ന ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ഇത്തരത്തിലുള്ള സ്വപ്നം പോലും ഉണ്ടാകുന്നത്, ആത്മീയ അനുഭവങ്ങളുണ്ടാകുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ബോധോദയങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ ബോധക്കേടോ ഉണ്ടാകുന്നത്, പ്രേതബാധ ഉണ്ടാകുന്നത് ഒക്കെ മനുഷ്യരുടെ ഈ സംസ്കാരം എന്ന് പറയുന്ന വലിയ ഒരു കടലിനകത്താണ് ഈ കാണുന്ന ലോകത്തിന് സമാന്തരമായി ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ അനുഭവങ്ങളും അങ്ങനെയാണ് ഉണ്ടാകുന്നത്.